പരാതി കഴിഞ്ഞ ചൊവ്വാഴ്ച രാവിലെ ഒരു സുപ്രഭാതത്തിൽ റിപ്പോർട്ട് മറ്റുള്ള ചാനലുകളിലൊക്കെ റോബറി ചെയ്തു, കന്നുകളെ തട്ടിക്കൊണ്ടേന്ന് പറഞ്ഞൊരു സംവിധാനം വരുന്നത്. ഞങ്ങളുടെ പ്രവർത്തകരാണ് ആ കന്ന് തടുത്തത്. തടുക്കാണ്ടായ കാരണം ആ വണ്ടിയിൽ അനധികൃതമായിട്ട് കന്നുകളെ ഡബിൾ ട്രക്കിൽ സാധനം കൊണ്ടുവരും. ഇത് മറ്റുള്ള കച്ചവടക്കാരും ബാധിക്കും, ഞങ്ങളുടെ ബിസിനസ്സിനെ ബാധിക്കുന്ന മനഃപൂർവ്വം മനസ്സിലാക്കിയിട്ട് ഞങ്ങളുടെ പ്രവർത്തകർ തടുത്തത് അത് അവൻ്റെ വീട്ടിൽ പോലീസിന് സാന്നിധ്യം നടപടി കൊടുക്കുക തന്നെ അവിടെ കൊണ്ടുപോയി നിർത്തുകയാണ്. ഈ പറഞ്ഞ ഷെമീറിൻ്റെ വീട്ടിലാണ് നിർത്തിയിരിക്കുന്നത്. റോബറി ചെയ്ത് തട്ടിക്കൊണ്ടേതല്ല. ഈ പറഞ്ഞ ജോബിനും കൂട്ടുകാരും വിളിച്ചു കൊടുത്ത് നാളെ മേലെ ഇത് ചെയ്യരുത്, ഇത് ഞങ്ങളെ മറ്റുള്ള കച്ചവടക്കാരും ബാധിക്കും, ഒരു വാണിംഗ് കൊടുക്കാനുമായി ബന്ധപ്പെട്ടിട്ടാണ് ഞങ്ങളെ വണ്ടി നിർത്തിയത്. അല്ല ഇവർ പറയുന്ന മാതിരി റോബറി ചെയ്ത് തട്ടിക്കൊണ്ടുപോകണേ ആ സാധനം അവിടെ നിൽക്കില്ല. ഇതൊക്കെ ഞാൻ പറഞ്ഞ മറ്റൊന്നത് നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. ആർക്ക് ഇങ്ങനെ ഒരു 72 കൊടുത്തിട്ടാണ് വണ്ടി തടുത്തെന്ന് പറയാൻ പറ്റുമോ? അപ്പോൾ കത്തി കട്ടി ഭീഷണിപ്പെടുത്തിയെന്ന് പറയാം. കേസിന് വേണ്ടി വക്കീൽമാരും ബുദ്ധിയല്ല എന്തായിരിക്കാം, അവൻ്റെ ബുദ്ധിയായിരിക്കാം. കത്തി കാട്ടേണ്ട ആവശ്യം കാരണം ഞങ്ങൾക്ക് അവിടെ നിന്ന് വണ്ടി എപ്പോഴാണ് വരുന്നത്, എങ്ങനെ ഇവരെ നിർത്താൻ പറഞ്ഞ സ്റ്റോപ്പ് കാട്ടി നിർത്താൻ പറ്റുന്ന സംവിധാനം ഞങ്ങളെത്തുണ്ട്. അല്ല ഞങ്ങൾക്ക് തടുത്ത് നിർത്തേണ്ട കത്തി കാട്ടി നിർത്തേണ്ട ഒരു ആവശ്യവും ഈ സംഘടനാപരമായിട്ടില്ല. ഞങ്ങളിത് ഇതിപ്പോൾ ഇത് നിരപരാധ രണ്ടാളുകൾ കള്ളന്മാരായി വിട്ടു. ആ കുടുംബത്തിനുണ്ടായ മാനനഷ്ടം മറ്റുള്ള ഭാഗങ്ങളിൽ ഞങ്ങൾക്ക് കച്ചവടമായി ബാധിക്കുന്ന ഞങ്ങളെ മാർക്കറ്റ് പൊളിയുന്നത് 25 കൊണ്ട് നാളെ ഒരു സുപ്രഭാതത്തിൽ നാളെ ഉദ്യോഗസ്ഥന്മാരൊക്കെ ലൈനിലിറങ്ങും. ഈ സാധനം കൊണ്ടുവരാൻ പാടില്ലാന്നും ഇല്ലീഗലാണെന്നും മറ്റും പറഞ്ഞത് ഗവൺമെൻറ്റുമായി ചർച്ചകൾ നടത്തിയതിൻ്റെ ഭാഗമായിട്ടാണ് കുറച്ചും കൂടി അളവ് കിട്ടിയിട്ട് ഞങ്ങളൊക്കെ ലക്ഷക്കണക്കിന് ജനങ്ങൾ ഈ മേഖലയിൽ ജീവിക്കുന്നത്. ഒരു ജോബിയോ അല്ലെങ്കിൽ ഒരു യൂസഫോ മാത്രമല്ല, അതിന് സംസ്ഥാനവുമായി ബന്ധപ്പെട്ട് മില്യൺ കണക്കിന് ജനങ്ങൾ ജീവിക്കുന്ന ഒരു മേഖല മനഃപൂർവ്വം നശിപ്പിക്കുക എന്നുള്ളൊരു ഉദ്ദേശമായിരിക്കണം, അല്ലെങ്കിൽ അവൻ്റെ ലോബി ആയിരിക്കണം. എങ്ങനെ രണ്ടാൾ റിമാൻഡാണ്, നിരപരാധികളാണ്. അവർക്ക് ഞങ്ങൾ സംരക്ഷണം കൊടുത്തേ, ഞങ്ങൾ അസോസിയേഷൻ സംരക്ഷണം കൊടുത്തേ പറ്റുള്ളൂ. ഇവനെ ഒരു പക്ഷേ ഞങ്ങൾ ബഹിഷ്കരിക്കും. ഇവനോട് നമ്മൾ പറഞ്ഞിരുന്നു, നമുക്ക് അണ്ടർസ്റ്റാൻഡിങ്ങിൽ തീരാൻ, നമ്മൾ സെറ്റിൽമെൻറ്റ് ചെയ്യാം, നാളെ മേലാക്കി നമുക്കൊരു വാണിംഗ് ആണ്, നമുക്ക് ഇരുന്ന് സംസാരിക്കാം. ഇല്ലെങ്കിൽ ഞങ്ങൾ പിടിച്ചു വഴിക്ക് എന്താ ചെയ്യുക, പിടിച്ചു വഴിക്ക് നേരെ പോലീസിലേൽപ്പിക്കും. കാരണം അതും കൂടി ഒരു FIR ആവണ്ട എന്ന് വിചാരിച്ചിട്ട് അത് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ തന്നെയാണ് ഞങ്ങൾ നിർത്തിയിരുന്നത്. ഞങ്ങൾ വടക്കാഞ്ചേരി റോയൽ ഹോട്ടലിൻ്റെ ഏതോ ഭാഗത്ത് വെച്ചിട്ടാണ് പിടിച്ചതെന്നാണ് പേപ്പർ റിപ്പോർട്ടുള്ളത്. അങ്ങനെ അത്രയും ജനസമ്പർക്കമുള്ള ഒരു സ്ഥലത്തു നിന്ന് റോബറി നടത്തി കൊണ്ടുപോയി പറയുന്നത് സാമാന്യം ബുദ്ധിക്ക് ഒരു റോബറി നടത്തി ഇവിടെ വെച്ച് റോബറി നടത്താൻ പറ്റുമോ? ഞാൻ പറഞ്ഞത് നേരത്തെ സൂചിപ്പിച്ചത് ഇതിന് ഉണ്ടാകുന്ന ഒരു ഭവിഷ്യത്ത് 25 എന്നുള്ളത് 77. ഒരു ജോബി അല്ല, ഇവിടെ ലക്ഷക്കണക്കിന് ജനങ്ങൾ ജീവിക്കുന്നു എന്ന് പറഞ്ഞു. നാളെ ഒരു സുപ്രഭാതത്തിൽ ഇതാവും. ഞങ്ങൾ പോലീസിന് ഇൻഫർമേഷൻ ചെയ്തേ പിന്നെ സെറ്റിൽമെൻറ്റ് ആവും, അങ്ങനെ ഒരു വാണിംഗ് കൊടുത്തു വിടാം. നാളെ മേലെ വരുമ്പോൾ പോലീസിന് കംപ്ലയിൻറ്റ് കൊടുക്കുക എന്ന് വിചാരിച്ചു. ഒരു ജോബി അല്ല, ഒരുപാട് ജോബിമാർ ഇതിൻ്റെ ഉള്ളിലുണ്ട്. അപ്പോൾ അതുമായിട്ടല്ല, ഇത് കള്ളക്കേസല്ലാന്ന് 100% പാവപ്പെട്ട കുടുംബത്തിൽ ഞങ്ങളെ പ്രവർത്തകരെ കൊണ്ട് നിർത്തിവെച്ച് ഇവൻ്റെ സ്വാധീനം ചെലുത്തിയിട്ട് പിടിച്ചതാണ് എന്നുള്ളത് നിങ്ങൾക്ക് മാധ്യമ റിപ്പോർട്ടർമാർക്കറിയാം, മറ്റ് പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കറിയാം. ഞങ്ങളിത് അവരോട് ക്ലാരിഫൈ ചെയ്തതാണ്. ഒരു കളവ് നടത്തി കഴിഞ്ഞാൽ, റോബറി നടത്തി കഴിഞ്ഞാൽ ആ സാധനം ഞങ്ങളുടെ വീട്ടിൽ വെക്കില്ല. പിന്നെ ഇതല്ലല്ലോ, എന്താ സ്വർണ്ണോ നോണയോ മറ്റൊന്നുമല്ല. പിന്നെ ഒരു കത്തി കാട്ടി കല്ല് കാട്ടി എന്നൊക്കെ പറയുന്നത് കേസിന് വേണ്ടി ചെയ്യുന്ന ഒരു പക്ഷേ ഇപ്പോൾ ഫോൺ എടുത്തിട്ടുണ്ടാകും, ബൈ ചാൻസ് ഫോൺ എടുക്കാൻ ചാൻസ് ഉണ്ട്. ആ ഫോൺ എടുത്ത് വെച്ച് ഇതിൽ പെടില്ലല്ലോ. കാരണം നമ്മൾ അവൻ്റെ ഫോൺ എടുത്ത് ഇതൊരു ജാഡാക്കിയിട്ട് ബൾക്കാക്കാതെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി, രമ്യതയിൽ പരിഹരിക്കുന്നതിന് വേണ്ടി ഞങ്ങളെടുത്തൊരു പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇന്നലെ കഴിഞ്ഞ ചൊവ്വാഴ്ച അവിടെ നടന്ന പ്രവർത്തനങ്ങളെന്ന് ബഹുമാനപ്പെട്ട മൊത്തം ജനസമൂഹത്തോടും പറയും. പക്ഷേ ഇതിലെന്താ ഒരു വിഷയം എന്ന് വെച്ചാൽ, പാവപ്പെട്ട 2 കുടുംബങ്ങളെ കള്ളന്മാരെ ചിത്രീകരിക്കും, അതുമായി ഉണ്ടായി അവർക്ക് മാനനഷ്ടങ്ങളും, ആ കുടുംബം മക്കളൊക്കെ ഒന്ന് സ്കൂളിലും കൂടി പോകാതിരിക്കുന്ന ഒരു അവസ്ഥയാണ്. ആ കുട്ടിയുടെ വാപ്പയാണ്, പിടിക്കപ്പെട്ട അറസ്റ്റ് ചെയ്തവരുടെ വാപ്പയാണ് നമ്മുടെ ബാക്കിൽ കാണുന്നത്, അവർ സിസ്റ്ററാണ് ആ ഭാഗത്ത് കാണുന്നത്. അപ്പോൾ നിങ്ങൾ മാധ്യമ റിപ്പോർട്ട് സുഹൃത്തുക്കൾ ഞങ്ങളെ സഹായിക്കണം. ഞങ്ങളിതിൽ നിരപരാധികളാണ്, ഞങ്ങളുടെ പ്രവർത്തകർ നിരപരാധികളാണ്. ഇതിന് ഇനി എന്ത് ക്ലാരിഫൈ ചെയ്യണമെങ്കിലും ഞങ്ങൾ തയ്യാറാണ് എന്ന് ബഹുമാനപ്രശ്നം നിങ്ങളെ അറിയിക്കുകയാണ്. ഞങ്ങളെ സഹായിക്കണം എന്നാണ് നിങ്ങൾ റിക്വസ്റ്റ് ചെയ്യാറുള്ളത്.